Hello, hi dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ ഡെയിലി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇന്നും ഞാൻ ആസ് യൂഷ്വൽ ഒരു 5 വേർഡ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ആ വേർഡ്സ് ഏതൊക്കെയാണ്, അത് ഏത് ലെങ്തി ഫ്രേസിനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡാണ് മാഗ്നിലോക്വൻറ്റ്. മാഗ്നിലോക്വൻറ്റ് എന്താണ് മാഗ്നിലോക്വൻറ്റ്? നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ സെഷൻസിൽ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്വൻറ്റ് എന്ന് പറയുന്ന ഒരു സഫിക്സ് വന്നാലല്ലേ ലോക്വൻറ്റ് അല്ലെങ്കിൽ ലോക്വിസ്റ്റ്. ലോക്വൻറ്റ് എന്നുള്ള വേർഡിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഫോമിൽ ആ ഒരു വേർഡിൽ ഒരു സഫിക്സ് ഉണ്ടെങ്കിൽ ജനറലി നമ്മളത് എന്തിനെക്കുറിച്ചാണ്? ടോക്ക് അല്ലെങ്കിൽ ലാംഗ്വേജ് അല്ലേ. നമ്മൾ പറയാൻ പോണ കാര്യം ഐദർ സംസാരത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭാഷയൊക്കെ ആയി റിലേറ്റ് ചെയ്ത കാര്യങ്ങളിനെയാണ്. അവിടെയാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണം, ഏത് വേർഡ് സഫിക്സായി യൂസ് ചെയ്യണത്, ലോക്വിസ്റ്റ് അല്ലെങ്കിൽ ലോക്വൻറ്റ് എന്നുള്ള വേർഡൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെയും ഇതേപോലെ ഒരു ടോക്കാണ്, സംസാരത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു ലാംഗ്വേജിനെ കുറിച്ചാണ്. മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്, ഭയങ്കര വലിയതെന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ മാഗ്നിഫൈ എന്നുള്ള വേർഡൊക്കെ യൂസ് ചെയ്യണം. അപ്പം മാഗ്നിലോക്വൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറേ പൊങ്ങച്ചം പറയണ കാര്യം, അതായത് കുറേ വീമ്പ് പറയുക അല്ലെങ്കിൽ എന്താ പറയുക, ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി പറയുക, കുറേ വീമ്പ് പറയണം, അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ടോക്ക് അല്ലേ. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയണേ? മാഗ്നിലോക്വൻറ്റ്. അതായത് എ ഹൈ ഫ്ലോൺ അല്ലെങ്കിൽ ബൊംബാസ്റ്റിക് ലാംഗ്വേജ്. കുറേ വീമ്പ് പറയുക അല്ലെങ്കിൽ കുറേ തള്ളി മറിക്കണം അല്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സംസാരം. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ കുറേ വീമ്പ് പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുക, കുറേ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഏത് വേർഡ് യൂസ് ചെയ്യാം? ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വേർഡാണ് മാഗ്നിലോക്വൻറ്റ്. യെസ്. ഇനി നെക്സ്റ്റ് വേർഡാണ് സർക്കുംലോക്വിറ്റർ. സർക്കുംലോക്വിറ്റർ എന്താണ്? സർക്കുംലോക്വിറ്റർ എന്ന് പറഞ്ഞാൽ യെസ്, ലോക്ക് എന്നുള്ള വേർഡ് ഉണ്ട്, സംതിങ് റിലേറ്റഡ് ടു ടോക്ക് ആണ് അല്ലേ. യെസ്, ലോക്വിറ്റർ, ലോക്ക് എന്നുള്ള വേർഡ് ഉണ്ട്, സംതിങ് റിലേറ്റഡ് ടു ടോക്ക് ആണ്. സർക്കുംഫറൻസ് എന്നൊരു വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ. സർക്കുംഫറൻസ് എന്നൊരു വേർഡ് ഉണ്ട്. എന്താണ് സർക്കുംഫറൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു സർക്കിളിൻ്റെ പെരിമീറ്ററാണ്, അതായത് ഇതിൻ്റെ ഈ ഒരു ചുറ്റളവിനെയാണ് നമ്മൾ സർക്കുംഫറൻസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിത്തിങ് റിലേറ്റഡ് ടു സർക്കിൾ, അതായത് ഈ ഒരു ഷേപ്പിന് വളവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉരുണ്ടതെന്നുള്ള അങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സർക്കും. അപ്പോൾ എന്താണ് സർക്കുംലോക്വിറ്റർ എന്ന് പറഞ്ഞാൽ? ടു ടോക്ക് എറൗണ്ട്. ടോക്ക് എറൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വെർബാണ്. ടോക്ക് എന്നുള്ള വെർബിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ടോക്ക് എന്നുള്ള വെർബിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ എന്താ പറയുക, ഫ്യൂച്ചറിൽ എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ വേർഡ് വന്നുകൊണ്ട് ഞാൻ പറയുക, ടോക്ക് എറൗണ്ട് എന്നുള്ളത് ടോക്ക് എന്നുള്ള വെർബിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ്. നമ്മൾ വളച്ചു കെട്ടി കാര്യങ്ങൾ പറയണം, ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണ ഒരു ഫ്രേസൽ വെർബാണ് ടോക്ക് എറൗണ്ട്. അപ്പോൾ എന്താണ് സർക്കുംലോക്വിറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മൾ വളച്ചു കെട്ടി കാര്യങ്ങൾ പറയുവാണെങ്കിൽ അല്ലേ, പറയേണ്ട കാര്യം ഡയറക്റ്റ് ആയിട്ട് പറയാതെ, എ മെത്തേഡ് ഓഫ് ടോക്കിംഗ് ഇൻഡയറക്റ്റ്ലി. എ മെത്തേഡ് ഓഫ് ടോക്കിംഗ് ഇൻഡയറക്റ്റ്ലി. അതിനെയാണ് നമ്മൾ എന്ത് പറയണേ? സർക്കുംലോക്വിറ്റർ എന്ന് പറയണേ. അപ്പോൾ ഇൻഡയറക്റ്റ് ആയി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുക, ചുരുക്കി പറഞ്ഞാൽ വളച്ചു കെട്ടി സംസാരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയണേ? സർക്കുംലോക്വിറ്റർ എന്ന് പറയണേ. ഇനി ഒരാൾ ഫ്രൂട്ടേറിയൻ. എന്താണ് ഫ്രൂട്ടേറിയൻ എന്ന് പറഞ്ഞാൽ? വൺ ഹു ഈറ്റ്സ് ഓൺലി ഫ്രൂട്ട്സ്. വെറുതെ ഫ്രൂട്ട്സ് മാത്രം കഴിക്കണ ഒരാളെയാണ് നമ്മൾ എന്ത് പറയണേ? ഫ്രൂട്ടേറിയൻ എന്ന് പറയണേ. ഇനി പിസിവോറസ്. പിസിവോറസ് നമുക്ക് റിലേറ്റ് ചെയ്യാം
വോറസ് അല്ലേ, നമുക്കറിയാം ഓംനിവോറസ്, കാർണിവോറസ്, ഹെർബിവോറസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താ സംഭവം എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം നമ്മൾ കഴിക്കുക അല്ലേ, ഈറ്റ് എന്നുള്ള സംഭവത്തിന് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളിലാണ് നമ്മൾ സഫിക്സ് ആയി ഏത് വേർഡ് യൂസ് ചെയ്യണേ, വോറസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണേ. എന്താണ് പിസി? പിസി എന്ന് പറഞ്ഞാൽ എന്താണ്? പിസി കൾച്ചർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, പിസി കൾച്ചർ. പിസി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മീൻ കൃഷി ചെയ്യണതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പിസി കൾച്ചർ എന്ന് പറയുന്നത്. ഫിഷ് എന്ന് പറയുന്നത്, അതായത് മീനിന് ഫിഷ് എന്നൊരു വേർഡ് ഉണ്ട്, അത് കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള വേറൊരു വേർഡാണ് പിസസ്. സോ ആ ഒരു വേർഡിൽ നിന്നാണ് പിസിവോറസ് എന്നുള്ള വേർഡ് വന്നത്. പിസസ് എന്ന് പറഞ്ഞാൽ ഫിഷാണ്. അപ്പം പിസി എന്നുള്ള ആ ഒരു പ്രിഫിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു പകരമാണ്? ഫിഷ്, സംതിങ് റിലേറ്റഡ് ടു ഫിഷ് ആണെങ്കിൽ നമ്മൾ അവിടെ ഏത് വേർഡ് യൂസ് ചെയ്യും? പിസി എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് പിസിവോറസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലെങ്തി ഫ്രേസ് നമുക്ക് എങ്ങനെ പറയാം? വൺ ഹു ഈറ്റ്സ് ഓൺലി ഫിഷ് അല്ലേ, ഒരാൾ ഫിഷിനെ മാത്രം കഴിക്കുന്ന, വൺ ഹു ഈറ്റ്സ് ഓൺലി ഫിഷ് മാത്രം കഴിക്കുന്നതിനെയാണ് നമ്മൾ പിസിവോറസ് എന്ന് പറയണം. അപ്പം നമുക്ക് കിട്ടിയ നമ്മുടെ എക്സാമിൽ നമുക്ക് തന്നിട്ടുള്ള വൺ വേർഡ്സിൻ്റെ എക്സാക്റ്റായ മീനിങ് എന്താണെന്ന് നമുക്ക് ആ സമയത്ത് അറിയാൻ പാടില്ലെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇങ്ങനത്തെ സഫിക്സും പ്രിഫിക്സൊക്കെ കണക്ട് ചെയ്ത് നമുക്കതിൻ്റെ മീനിങ് കുറേയൊക്കെ ഗസ് ചെയ്യാൻ പറ്റും. യെസ്, ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ലാസ്റ്റ് വേർഡാണ് ഇൻസ്പെക്റ്റ്. ഇൻസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എക്സാമിൻ കെയർഫുള്ളി. ഈസി ആണല്ലേ ഇൻസ്പെക്റ്റ് എന്നുള്ള വേർഡ്, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ടു എക്സാമിൻ കെയർഫുള്ളി. യെസ്, ഇന്ന് ഇൻസ്പെക്ഷൻ എന്ന് വരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ സ്കൂളിലും കോളേജസിലൊക്കെ പഠിച്ച സമയത്ത് ഇന്ന് ഇൻസ്പെക്ഷന് വരണ്ട, ഇന്ന് ഇൻസ്പെക്ഷന് വേണ്ടി ഇന്ന ആൾ വരും, ഡയറക്ടർ ബോഡിയിൽ നിന്ന് ഇൻസ്പെക്ഷന് വരും നമ്മൾ പറയാറുണ്ട്. എന്താണ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ? നല്ല കെയർഫുള്ളായ ഒരു എക്സാമിനേഷൻ ആണ് അല്ലേ. കെയർഫുള്ളായി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സാമിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം നമ്മളവിടെ ഇൻസ്പെക്റ്റ് ചെയ്യുവാണ്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് 5 വൺ വേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈസിയാണ്. ഈ മാഗ്നിലോക്വൻ്റ് പിന്നെ സർക്കും ലോക്വിറ്ററൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ വേർഡ്സ് ആണ്, കുറേ നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. യെസ്, അപ്പോൾ നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡായിരുന്നു മാഗ്നിലോക്വൻ്റ് അല്ലേ. കുറേ വീമ്പ് പറയുക അല്ലെങ്കിൽ തള്ളി മറയ്ക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണേ? മാഗ്നിലോക്വൻ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. സർക്കും ലോക്വിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളച്ചു കെട്ടി കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ അവിടെ ഏത് വേർഡ് യൂസ് ചെയ്യും? സർക്കും ലോക്വിറ്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. മീന് മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പിസിവോറസ് എന്ന് പറയും. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? യെസ്, ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ ഫ്രൂട്ടേറിയൻ എന്ന് പറയും. ഫ്രൂട്ടേറിയൻ ഡയറ്റ് എന്നൊക്കെ ഉണ്ട്. എന്താണ് ഫ്രൂട്ടേറിയൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ? ഫ്രൂട്ട്സ് മാത്രമാണ് അവർ കഴിക്കണേ, കുറച്ചും കൂടി അഡീഷണലായി ചിലപ്പോൾ നട്ട്സും കഴിച്ചെന്ന് വരും. അങ്ങനെ ഒരു ഡയറ്റിനെയാണ് നമ്മൾ എന്ത് പറയണേ? ഫ്രൂട്ടേറിയൻ ഡയറ്റ് എന്ന് പറയണേ. ഇനി ഇൻസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കെയർഫുള്ളായി എക്സാമിൻ ചെയ്യുക, പരിശോധിക്കണേനാണ് നമ്മൾ എന്ത് പറയുക? ഇൻസ്പെക്റ്റ് എന്ന് പറയണം. യെസ്, അപ്പോൾ നമ്മളിന്നിവിടെ 5 ഈസി ആയ വേർഡ്സാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. നിങ്ങൾക്ക് ഈ വേർഡ്സൊക്കെ മനസ്സിലായല്ലോ പ്രോപ്പറായിട്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് വൺ വേർഡ് സെഷനിൽ വേറെ കുറച്ച് വൺ വേർഡ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.